ഞാൻ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും എല്ലാം നടത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഇന്ന് പ്രസിദ്ധീകരിച്ച ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസാണ്. ഇന്നിപ്പോൾ ആധുനിക സാങ്കേതികവിദ്യയുണ്ട്. മുഴുവൻ ബഡ്ജറ്റ് പ്രസംഗവും കേട്ട് ഈ കാര്യങ്ങളെടുത്ത് അവിടെ നിന്നുള്ള കണക്കെടുത്തിട്ടാണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വരാനുണ്ടാവും. പക്ഷേ ഇതിനകത്ത് ആകെ തുക 48 ലക്ഷം കോടി രൂപയാണ് എന്നുള്ളതിന് വ്യത്യാസമില്ല. ഇതിനകത്ത് ഓരോ ഹെഡും ആ മേജർ ഹെഡുകളിൽ ഇത്ര പണം കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോന്നും എടുത്തിട്ടാണ്. ഇനി ബഡ്ജറ്റിൻ്റെ അകത്തെ ഡീറ്റെയിൽസിനകത്ത് കുറച്ച് ഡീറ്റെയിൽഡ് സ്കീം കാണും. പക്ഷേ ആകെയുള്ള തുകയിൽ ഞാൻ ഈ പറഞ്ഞ യൂറിയയ്ക്ക് ഇത്ര 70,000 കോടി രൂപ വളം സബ്സിഡി വെട്ടിക്കുറച്ചു. ഫുഡ് സബ്സിഡി ഏകദേശം അതും 10-60,000 കോടിയിലധികം വെട്ടിക്കുറച്ചു. അംഗൻവാടി മേഖലയിൽ കുറഞ്ഞു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ കണക്കിൽ നിന്നാണ് എടുത്തത്. കേരളത്തിനൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. കേരളം ചോദിച്ചപ്പോൾ ആന്ധ്രയുടെ കാര്യം പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. ബീഹാറിലെ വിവിധ ഡെവലപ്മെൻറ്റ് പറഞ്ഞല്ലോ. നമുക്കൊരു പദ്ധതികൾ ഏതെങ്കിലും പറയുന്നത് കേട്ടില്ല. ടൂറിസം പദ്ധതി ആയാലും വിഴിഞ്ഞം പദ്ധതി ആയാലും ഒക്കെ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും കേരളത്തിന് ഇനി കൂടുതൽ വരാനുണ്ടെന്നാണ് അവർ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞത് BJP നേതാക്കന്മാർ പറഞ്ഞായിട്ടാണ്. കേരളത്തിന് ഇതേപോലെ കൂടുതൽ കാര്യങ്ങൾ അവർ നൽകാതിരിക്കുക വേണ്ട. ഇത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ, കൂടുതൽ നല്ല കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. കേരളത്തിന് ബഡ്ജറ്റിൽ കൂടുതൽ അതിനകത്ത് ഇനിയും ആയാലും കറക്റ്റ് ചെയ്ത് തരാമല്ലോ. അതിനകത്ത് നമുക്ക് സന്തോഷമാണ്. ഇപ്പോഴത്തെ ചെയ്ത പോലെയാണെങ്കിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേരളത്തിന് വരാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ സൈസ് കൂടുതൽ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറയുന്നു.